സർ, അമീർ ഖാൻ മുത്താഖി അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നു. 8 ദിവസത്തെ സന്ദർശനത്തിന് വരുന്നു. കഴിഞ്ഞ ദിവസം വന്നു, ഇന്ത്യയുടെ ജയശങ്കറുമായി കൈയൊക്കെ കൊടുക്കുന്നു. പിന്നെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുവരെയും അഫ്ഗാനിസ്ഥാനെ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും മുത്താഖി എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇതൊരു റിയാലിറ്റിയാണ്. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാനാണ്. ആ താലിബാനെ കൈകൊടുത്തേ പറ്റുകയുള്ളൂ എന്ന റിയാലിറ്റിയെക്കുറിച്ചും ഒക്കെ ആണ് ഇതിനെ, അതായത് വിദേശകാര്യ നയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറയുന്നത്. അപ്പോഴും വ്യക്തിപരമായി ഞാൻ വളരെ അസ്വസ്ഥതയോട് കണ്ടൊരു കാഴ്ചയായിരുന്നു അത്. കാരണം മുത്താഖിയെ പോലൊരു തീവ്രവാദിയാണ്. താലിബാൻ എപ്പോഴും തീവ്രവാദ സംഘടനയാണ്. അവരുടെ പൊളിറ്റിക്സിനകത്തോ പോളിസീസിനകത്തോ ഒരു ചേഞ്ചസും അവർ വരുത്തിയിട്ടില്ല. അവർ ഇപ്പോൾ അധികാരത്തിൽ കയറിയതിന് മാത്രമല്ല, എന്തുകൊണ്ടാണ് അവർ അധികാരത്തിൽ നിന്ന് പോയി US ആർമിയുടെ ഭരണം ഏറ്റെടുത്തതെന്നുള്ള ചരിത്രമൊക്കെ അറിയാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കയറിയത് ഏറ്റവും മോശമായ ഒരു കാര്യം എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വിമർശിക്കാം. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ്, അതുകൊണ്ട് അതിനെ ഞാൻ വിമർശിക്കുന്നതിനൊപ്പം തന്നെ ഇത് റിയാലിറ്റി ആണെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, വളരെ തന്ത്രപരമായ ഒരു പ്രദേശമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് നിക്ഷേപങ്ങൾ അവിടെയുണ്ട്. അവിടെ മാനുഷിക സഹായങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഇത് പാകിസ്ഥാന് ഒരു തിരിച്ചടിയാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാര്യം പാകിസ്ഥാൻ്റെ മന്ത്രിമാരൊക്കെ ഇപ്പം തന്നെ അസ്വസ്ഥമായി പറയുന്നുണ്ട്. മാത്രമല്ല, പലയിടങ്ങളിലും ഇന്നലെ താലിബാൻ ആക്രമിച്ചിരുന്നു പാകിസ്ഥാൻ പോസ്റ്റുകളിലൊക്കെ. 56-ന് മുകളിലുള്ള പാകിസ്ഥാൻ ആർമിയിൽപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത് ഇന്ത്യയുടെ ഈ താലിബാനെ ഒരു പപ്പറ്റിനെ പോലെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേരിടാനുള്ള ഇന്ത്യയുടെ തന്ത്രമായിട്ടാണോ കാണേണ്ടത്? അത് ചാണക്യൻ്റെ ഒരു ആപ്തവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രം. അത് പാകിസ്ഥാൻ എല്ലാ കാലവും ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചിരുന്നതാണ്. ചൈനയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ മാക്സിമം ഉപദ്രവിക്കുക. പിന്നെ അയൽപക്കത്തുള്ള മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിലൊക്കെ എന്തെങ്കിലും അന്തചിത്രമുണ്ടായാൽ അതൊക്കെ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കുക. പാകിസ്ഥാൻ്റെ മണ്ണിൽ തീവ്രവാദികളെ വളർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക. ഈ നയം അവർ തുടർന്നു വന്നിരുന്നത് ഇന്ത്യ വളരെ അസഹിഷ്ണുതയോടെയാണ് കണ്ടിരുന്നത്. നമ്മുടെ 78 വർഷവും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളത്, നേരിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പ്രോക്സി വഴിയോ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ നയം എടുത്തോ എന്ന് ലോകത്തിന് തന്നെ സംശയം തോന്നുന്ന വിധത്തിൽ ആണ് നമ്മുടെ നയതന്ത്ര നീക്കം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഇപ്പോൾ നമ്മൾ ക്രൂരന്മാരായ കരുനാഗങ്ങളെ കൊല്ലാൻ കീരിയെ ഉപയോഗിക്കും, ചെങ്കീരിയെ ഉപയോഗിച്ചെന്നിരിക്കും. അതാണ് യുദ്ധത്തിൻ്റെ ചില തന്ത്രങ്ങൾ. രാഷ്ട്രതന്ത്രങ്ങളിലും ചിലപ്പോൾ അതൊക്കെ വേണ്ടി വന്നിരിക്കും. നമ്മളിതിന് മുൻകൂട്ടി വായിക്കേണ്ടത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഒരു പ്രസ്താവനയാണ്. പാകിസ്ഥാൻ നമ്മുടെ അതിർത്തിയിൽ കടന്ന് ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഇടയ്ക്കൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഗുജറാത്തിൽ അവർ ചെറിയ സംഘർഷത്തിന് വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഗുജറാത്തിൽ പോയി തന്നെ അദ്ദേഹം പറഞ്ഞ്, പാകിസ്ഥാൻ ഇനി നമ്മളോട് കളിച്ചാൽ പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ഇല്ലാതാക്കാൻ വരെ ചിലപ്പോൾ ഇന്ത്യ മുതിർന്നേക്കാം. ഒരു വാണിംഗ് ആയിരുന്നു. ആ വാണിങ്ങിൽ പാകിസ്ഥാൻ പഠിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കാശ്മീരിൽ കണ്ടു, തീവ്രവാദികളെ കയറ്റിവിട്ടിട്ട് പോലീസും തീവ്രവാദികളും തമ്മിൽ സംഘടന നടക്കുന്നത് അതിന് ശേഷവും കണ്ടു. പാകിസ്ഥാൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, നിരന്തരമായി ഇന്ത്യയെ ശല്യം ചെയ്യുക. അങ്ങനെ ഇരിക്കവെയാണ് നമ്മൾ അമീർ ഖാൻ മുത്താഖിയെ ഇന്ത്യയിലേക്ക് വരാനായിട്ട് അനുവാദം കൊടുക്കുന്നതും അദ്ദേഹം ഇവിടെ വരുന്നതും. അദ്ദേഹം സംസാരിച്ചത് ട്രേഡ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവസാനം ഒരു ആയുധ കരാർ പോലുള്ള കാര്യങ്ങളിൽ വരെ നമ്മളൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ അത്തരം സഹായം ചെയ്യുമെന്ന് വരെയുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് അതുപോലെ നമ്മളാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഒരു രാഷ്ട്രത്തിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യ പാകിസ്ഥാൻ വാറിനെ പലപ്പോഴും അവർ വേറൊരു ആംഗിളിലാണ് കാണുന്നത്. അതൊരു വർഗീയ ആംഗിളിൽ കാണുകയും പാകിസ്ഥാൻ ജനതയെ മുഴുവൻ ഇന്ത്യക്കെതിരെ തിരിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യ എപ്പോൾ അടിച്ചാലും അതിൻ്റെ റിഫ്ലക്ഷൻ അതാണ്. അതേസമയം ഒരു മുസ്ലിം രാഷ്ട്രം തന്നെ ആ ഒരു മുസ്ലിം രാഷ്ട്രത്തിനെ ആക്രമിക്കാൻ സാഹചര്യമുണ്ടായാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പിക്ചർ ഉണ്ടാകുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് കരുതിയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇത് എൻ്റെ ഊഹം മാത്രമാണ്, പൂർണ്ണമായും ഇതിന് അടിസ്ഥാനമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നയതന്ത്രത്തിലും തന്ത്രത്തിലും അതിപ്രഗത്ഭനായ നരേന്ദ്രമോദിക്ക് ഇത്തരം പല നയങ്ങളും പലപ്പോഴും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അഫ്ഗാൻ്റെ നിലനിൽപ്പിന് ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിൻ്റെ സഹായം ആവശ്യമാണ്. അതിനിടങ്കോലിടുന്ന വിധത്തിൽ പാകിസ്ഥാൻ ഒരു നടപടി ആദ്യം സ്വീകരിച്ചതാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. പാകിസ്ഥാൻ പറയുന്നത് പോലെ പാകിസ്ഥാനിലേക്ക് അഫ്ഗാൻ കയറി ആക്രമിച്ചതല്ല. മുത്താഖി ഇവിടെ വന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി സൗഹൃദമായി സംസാരിച്ചു കൊണ്ടിരിക്കവേ കാബൂളിലും അതിനടുത്തും കൊണ്ട് ബോംബ് വർഷിച്ചത് ആരാണ്? പാകിസ്ഥാനാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ അതിർത്തിയിൽ വന്ന് തിരിച്ചടി നടത്തി. 8ഓളം പാകിസ്ഥാൻ പോസ്റ്റുകൾ അവർ പിടിച്ചടക്കി, 50ഓളം പാകിസ്ഥാൻകാരെ വധിച്ചു. പക്ഷെ പാകിസ്ഥാൻ കള്ളം പറഞ്ഞു 200ഓളം അവരുടെ സ്ഥിരം അങ്ങനെയാണല്ലോ, അതിൻ്റെ 4 ഇരട്ടി. എത്ര വരുന്നോ അതിൻ്റെ 4 ഇരട്ടി. 200ഓളം അഫ്ഗാൻകാരെ ഞങ്ങൾ വധിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരിക്കലും ഒരു സമാധാനത്തിനുള്ള വഴി പാകിസ്ഥാൻ ഒരുക്കുന്നതല്ല. പാകിസ്ഥാൻ അഡ്വാൻസ് ആയിട്ട് മറ്റു പല രാഷ്ട്രങ്ങളുടെയും, അതായത് മറ്റൊരു രാജ്യങ്ങൾ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രതികാരം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ആധുനിക ലോകത്തിലെ ഒരു നയതന്ത്രത്തിൽ എന്ത് തരത്തിലുള്ളൊരു നമ്മൾ പ്രതികാരം ചെയ്യാനല്ല. ഇന്ത്യ അത്രയും കേപ്പബിലിറ്റി ഇല്ലാത്തൊരു രാഷ്ട്രം അല്ല. ഇന്ത്യക്ക് ഞാൻ അതാണ് പറഞ്ഞത്, ചില തന്ത്രങ്ങൾ നയതന്ത്രങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ചെസ് കളി പോലെയാണ് ഇപ്പം ഇന്നത്തെ രാഷ്ട്രത്തിൻ്റെ എല്ലാം പോക്ക്. നമ്മൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് പോയാൽ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് എന്താണ്? അമേരിക്ക ഫസ്റ്റ് നിന്നിട്ട് മറ്റെല്ലാ രാഷ്ട്രങ്ങളെ അവർ അടിച്ചൊതുക്കുകയല്ലേ, അവരെ പട്ടിണിയിലാക്കുന്ന വിധത്തിലല്ലേ, അവിടുത്തെ തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന വിധത്തിലല്ലേ ടാരിഫ് നയം അവരെടുക്കുന്നത്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളോട് അവർ കാണിക്കുന്ന സമീപനം എന്താണ്? അവരെ മുഴുവൻ നിഷ്കരണം അടിച്ചൊതുക്കാനുള്ള സമീപനമല്ലേ അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ മറ്റൊന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ ചതുരംഗ കളിയിൽ നമ്മൾ ചില ചെക്ക് വയ്ക്കില്ലേ, അതുപോലൊരു ചെക്കാണ് വെച്ചിരിക്കുന്നത്. തേരിന് ചിലപ്പം കുതിരയായിരിക്കും കൊണ്ടുവയ്ക്കേണ്ടി വരിക, അപ്പോൾ നമ്മൾ കുതിരയെ വെച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനാണ് ഇപ്പോൾ പാകിസ്ഥാനെ നേരിടാൻ പറ്റിയ യഥാർത്ഥ ചെക്ക്. ആ ചെക്ക് നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അത് വെച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ കയറി അഫ്ഗാനെ അടിച്ചു, അഫ്ഗാൻ തിരിച്ചടിച്ചു. അതിൽ ഇന്ത്യക്ക് പങ്കില്ല. ഇന്ത്യ അങ്ങനെ ഒരു കാര്യത്തിന് നിന്നിട്ടില്ല. പക്ഷെ അതൊരു വലിയ സംഘർഷമായി വന്നാൽ ചിലപ്പം ഇന്ത്യ സ്റ്റാൻഡ് എടുക്കും. അതേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യ ഒരിക്കലും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറാവില്ല, യുദ്ധത്തിന് അവരെ പ്രേരിപ്പിക്കുകയില്ല. ഇതിനകത്തൊരു കാര്യം, ഇന്ത്യ ഒരുപാട് എയ്ഡ് കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗോതമ്പ് അടക്കമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കൊടുക്കുന്നത്, മരുന്ന്, എല്ലാം ഉണ്ട്. അപ്പം ഒരു കമന്റ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്, ഗോതമ്പ് കൊടുപ്പിച്ച് അല്ലെങ്കിൽ ഗോതമ്പ് പകരമായി നൽകി അവിടെയുള്ള താലിബാനികളെ ഇറക്കി അടിക്കുകയാണോ ഇന്ത്യ എന്നാണ് ചോദ്യം. അത് വളരെ രാജ്യസ്നേഹമില്ലാത്ത ഒരു പരാമർശമായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മുടെ രാഷ്ട്രം ഒരിക്കലും അത്തരത്തിലൊരു അക്രമത്തിന് പോവില്ല. പക്ഷേ മറ്റു രാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ചെക്ക് നമുക്ക് ആവശ്യമാണ്. ഇപ്പം തന്നെ സൗദി നമ്മളായിട്ട് ഏറ്റവും ഒറ്റ ബന്ധത്തിലിരിക്കുന്ന ആളാണ് സൗദി. സൗദിയുമായിട്ട് പാകിസ്ഥാൻ ഒരു കരാർ വെച്ചിരിക്കുന്നത് എന്താണ്? പരസ്പരം ആക്രമിക്കപ്പെട്ടാൽ ഇരു രാഷ്ട്രങ്ങളും ചേർന്ന് മറ്റേ രാഷ്ട്രത്തിനെ ആക്രമിക്കുമെന്നാണ്. അപ്പോൾ അത്തരം കരാറുകൾ ഓരോരുത്തരുണ്ടാക്കുമ്പോൾ നമുക്കും അത്തരം കരാറുകൾ ഉണ്ടാക്കേണ്ടി വരുന്നു. അതാണ് നമ്മൾ കാബൂളുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ഞങ്ങളും, ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങളും സഹായിക്കും. ദാറ്റ്സ് ഓൾ. അത് വളരെ ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു തീവ്രവാദി കൂട്ടം തന്നെയല്ലേ ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലെ ചിന്തയും രീതികളും ആയി നിൽക്കുന്ന അവരെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കരിനാഗങ്ങളെ പിടിക്കാൻ ചെങ്കീരി തന്നെ വേണം. കീരിക്ക് മാത്രമേ പാമ്പിനെ പിടിക്കാൻ പറ്റുള്ളൂ, മറ്റാരെങ്കിലും ചെന്ന് പിടിച്ചാൽ അവനെ ഫിനിഷ് ചെയ്യും, അല്ലേ? അപ്പം അതുപോലെ ചിലതിനെ നേരിടാൻ പാകിസ്ഥാൻ ഇന്ന് തീവ്രവാദത്തിൻ്റെ ഹബ്ബെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് തീവ്രവാദത്തിൻ്റെ ഒരു കൾച്ചറൽ സെൻ്ററായി മാറിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പാകിസ്ഥാനെ നമുക്ക് ഒരു വിധത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രമായിരിക്കും. ട്രംപ് അല്ലാതെ ആരും പാകിസ്ഥാനെ വിശ്വസിക്കില്ല. ആ വിധത്തിലേക്ക് ഇന്ന് പോയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഗാസയിൽ സമാധാനം ഉണ്ടാക്കാൻ പോകുന്നു. ആ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അന്താരാഷ്ട്ര ലോകം മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇരട്ടത്താപ്പുകളാണ് ഈ ലോകത്ത് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇന്ത്യയിൽ ഇരുന്ന് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അഫ്ഗാനിസ്ഥാനെ നമ്മൾ കൂട്ടുപിടിക്കുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ സഹായം നമ്മൾ തേടുന്നു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്കും ചില നയതന്ത്രങ്ങൾ ആവശ്യമായി വരും. അഫ്ഗാനിസ്ഥാന് നമ്മളെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നുമില്ല. അവർ തലയെക്കെട്ടും വലിയ ലോഹയൊക്കെ ഇട്ടിരിക്കുന്ന വെച്ചിട്ട് അവർ ബാർബേറിയനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, ഷാർപ്പായിട്ട് ചിന്തിക്കാൻ നമ്മളെക്കാൾ അറിയാവുന്നതാണ്. ഇന്ത്യയെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഉദ്ദേശിച്ചാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം നമ്മളും നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതൊരു പരസ്പര ബന്ധത്തിൻ്റെ ആരംഭമാണ്. ആ ബന്ധം വന്നില്ലെങ്കിൽ നമുക്ക്
ചില വലിയ ആക്രമണങ്ങൾ നേരിടും. ഇപ്പം തന്നെ ഖ്വാജ ആസിഫ് അവരുടെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് നാണം കെട്ട പരാജയം ഓപ്പറേഷൻ സിന്ദൂറിലുണ്ടായി, അത് പരിഹരിക്കാനാണ് അഫ്ഗാനെ ഇറക്കി വിട്ടിരിക്കുന്നതെന്ന്. എന്താണ് അവർ പറയുന്നത്? ഇതാണ് അവരുടെ നയം. നാണം കെട്ട പരാജയം നമുക്കുണ്ടായി, അത് പരിഹരിക്കാൻ നമ്മൾ അഫ്ഗാനെ കൂട്ടുപിടിച്ചത്. അത്ര ഭീരുക്കളാണ് ഇന്ത്യക്കാരെന്നാണ് പറയുന്നത്. ഇതാണ് പിക്ചർ. ഈ പിക്ചർ കാണിക്കുന്നിടത്ത് നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവനോട് ഡിപ്ലോമസി കാണിക്കാനോ? അവനോട് ധർമ്മം പറയാനോ? എന്ത് ധർമ്മമാണ് പാകിസ്ഥാനോട് നമുക്ക് പറയേണ്ടത്? ഒരു ധർമ്മവും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ. അധർമ്മത്തിൻ്റെ കൂത്തരങ്ങായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ പിന്നെ ലങ്ക ആക്രമണം അറിയാലോ. രാവണൻ്റെ തന്നെ ഒരു സഹോദരനെ നമ്മൾ ശ്രീരാമനെ കൂട്ടുപിടിക്കേണ്ടി വന്നു, അല്ലേ? വിഭീഷണനെ കൂട്ടുപിടിക്കേണ്ടി വന്നു. അതിലുള്ളതിൽ ഭേദമുള്ള ഒരാളെ എടുത്തിട്ട് അവിടെ ആക്രമിക്കുക, പിന്നെ അയാൾക്ക് ആ രാജ്യം വിട്ടുകൊടുക്കുക ഒക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ 5000 വർഷ പഴക്കമുള്ള പാരമ്പര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും ഇതൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ത്രേതായുഗത്തിൽ നടന്ന ചില കാര്യങ്ങളാണ് ഇന്നും നടക്കുന്നത് എന്നുള്ളതാണ്. അതാണ് സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത്. ഇന്നലെ സംഭവിച്ചതാണ് ഇന്നും സംഭവിക്കുക, ഇന്ന് സംഭവിച്ചതാണ് നാളെയും സംഭവിക്കുക. അതാണ് നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അതാണ് ഇവിടെ ആവർത്തിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും പുതിയതൊന്നും നടന്നിട്ടില്ല.